ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഈ 2019 ലാസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഇത്. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് കനകക്കുന്നിലെ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ഷൂട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ അവിടെ പോയ ടൈമിൽ തന്നെ ഫ്രണ്ടിൽ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ വ്ളോഗ് ലൈവായിട്ട് സംസാരിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ ഒരുപാട് ഫിലിം സോങ്സ് ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ ഇതിപ്പോൾ രണ്ടാമത് ഡബ് ചെയ്ത് വെക്കുകയാണ് ഈ സൗണ്ടെല്ലാം. പൂക്കളുടെയും ചെടികളുടെയും എല്ലാം ഒരു വലിയ കളക്ഷൻ തന്നെ ഈ കനകക്കുന്നിലെ ഫ്ലവർ ഫെസ്റ്റിവലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോസാപ്പൂക്കൾ മാത്രം കൊണ്ട് നല്ലൊരു ഗാന്ധി മന്ദിരം എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വാളിലെല്ലാം ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിലാണ് ഇങ്ങനെ ഓരോ റോസാപ്പൂ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ അതിൽ 5-6 ദിവസം വരെ ആ പൂക്കളൊന്നും പാടാതെ നിൽക്കും. ആ ഒരു ടെക്നിക്കിലാണ് ആ മന്ദിരം ചെയ്തിരിക്കുന്നവർ. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. ഇപ്പം വെച്ചതുപോലെ തോന്നും ആ മന്ദിരമൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ നിന്ന് നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ഈ ചെടികളും പൂക്കളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ വഴികളിലെല്ലാം 2 സൈഡിലായിട്ട് നിറയെ ചെടികളൊക്കെ കൊണ്ട് അവർ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ചെടിയുടെയും പൂക്കളുടെയും ഒക്കെ എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിംസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ ജമന്തി പൂക്കളാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാൻ കിട്ടാറില്ല. പക്ഷെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങി വീട്ടിലൊക്കെ വെക്കാവുന്നതാണ്. ഓണത്തിന് അത്തപ്പൂക്കളമെല്ലാം ഇടില്ലേ, അതുപോലെയാണ് ഈ ചെടികൾ കൊണ്ട് അവരിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാടിപ്പോകാതെ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളമെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി പൂക്കളും ചെടികളൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. കുറച്ച് ചെടികളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ചെടികളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ആൽമരത്തിന് ചുറ്റുമാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ചെടികളും പൂക്കളൊക്കെ കൊണ്ടിട്ടാണ് നല്ല ഡെക്കറേഷൻ പോലെ ചുമന്ന പൂക്കളും അതേപോലെ തന്നെ പച്ച ഇലകളൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് ഇതെല്ലാം കാണാനായിട്ട്. ക്രിസ്മസ് വെക്കേഷനും അതുപോലെ തന്നെ ന്യൂ ഇയറൊക്കെ അതിൻ്റെ പേരിൽ നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു. വരുന്നവരൊക്കെ എല്ലാവരുടെ കയ്യിലും ഓരോ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചറിയുമ്പോഴെല്ലാം ഓടി അടുത്തേക്ക് വരുമ്പോൾ അതിന് കിട്ടുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കനകക്കുന്നിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് മ്യൂസിക്കാണ്. ഫുള്ളും ഫിലിം സോങ്സും ഒക്കെ ആയിട്ടാണ്. ഭയങ്കര രസമായിട്ടാണ് നമുക്കിതിങ്ങനെ ഫുള്ളും കാണാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇത് മ്യൂസിക്കൊക്കെ ആയതിൻ്റെ പേരിലാണ് എനിക്കിതിലേക്ക് ഇടാൻ പറ്റാതെ പോയത്. പല വെറൈറ്റി ടൈപ്സിൽ പല വ്യത്യസ്തമായ രീതിയിലുള്ള ചെടികളും പൂക്കളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മണ്ണിൽ വളരുന്ന ചെടികളും മാത്രമല്ല, വെള്ളത്തിൽ വളരുന്ന ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ വളരുന്നത്, അതുപോലെ തന്നെ വെള്ളത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന ചെടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതൊക്കെ കാണുമ്പോൾ ഓരോ ഐഡിയാസാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ വാങ്ങി വെക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു അലങ്കാരത്തിൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ വരുമ്പോൾ സമയത്ത് കുറേ ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും.
dairy-o, the farmer takes the wife. The wife takes the child, the wife takes the child. Hi-ho, the dairy-o, the wife takes the child takes the nurse, the child takes the nurse. Hi-ho, the dairy-o, the child takes the nurse. The nurse takes the cow, the nurse takes the cow. Hi-ho, the dairy-o, the nurse takes the cow takes the dog, the cow takes the dog. Takes the dog. ജനുവരി 3 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. നമ്മളിങ്ങനെ കല്യാണ വീടുകളിലും ഈവൻസിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ വന്നിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെറ്റ് പോലെ ചെയ്തിട്ട് അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ പേരെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം. ഇങ്ങനെ ചെടികളും പൂക്കളും മാത്രമല്ല അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്തുള്ള കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതായത് കപ്പ, കാച്ചിൽ, കപ്പയൊക്കെ ഇപ്പോഴുള്ളതാണ്. ഈ കാച്ചിൽ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പോയി വാങ്ങി കഴിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പോയിട്ടൊന്നും കിട്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലുള്ള എക്സിബിഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ പുട്ടുകുറ്റിയൊക്കെ, മുളയിലുള്ള പുട്ടുകുറ്റി, മുളയിലും പനോലിയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാല, വളകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ, പ്ലേറ്റുകൾ, ഇതൊക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പനയോലയിൽ ചെയ്തിട്ടുള്ള കുറേ കൊട്ടകൾ, അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. The farmer in the dell, hi-ho, the dairy-o, the farmer in the dell. The farmer takes the wife, the farmer takes the wife. Hi-ho, the dairy-o, the farmer takes the wife. The wife takes the child, the wife takes the child. Hi-ho, the dairy-o, the wife takes the child takes the nurse, the child takes the nurse. ഇതെല്ലാം നമ്മൾ നേരിൽ വന്ന് കാണുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ആ ഒരു അനുഭവം അത് വേറെ തന്നെയാണ്. The nurse takes the cow, hi-ho, the dairy-o, the nurse takes the cow takes the dog, the cow takes the dog. Hi-ho, the dairy-o, the cow takes the dog. The dog takes the cat, the dog takes the cat. ഇതെല്ലാം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും നല്ല വൈകിട്ടുണ്ട്, രാത്രി ആയിട്ട് കൂടി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഈ കണ്ട വസന്തം പോലെ തന്നെ ഈ വരുന്ന പുതുവർഷം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും എല്ലാ ആഗ്രഹങ്ങളൊക്കെ ഈ 2019 നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം 2020 നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വർഷം കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്. She stands alone.